ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗോജോനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി സുക്നേനെയാണ് ഇഷ്ടമെങ്കിൽ ഫയർ ഹാർട്ട് ഇമോജി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ സോസറേഴ്സിന് കടക്കാൻ പറ്റാത്ത ആ ബാരിയർ ഇടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യൂജി. എന്നാൽ ആ ബാരിയറിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവന്റെ പഞ്ചിന്റെ ഫോഴ്സ് കണ്ട് ഈനോ അതിശയപ്പെടുന്നു. എങ്ങനെ ഇവനിക്ക് ഇത്രയും പവർ? ഇതൊരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷെ ഇതിന്റെ വീക്ക്നെസ് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് ഫുഷിഗ്രോ പറയുന്നു. ശരി, ഞാനൊരു കാര്യം പറയാം. സോസറേഴ്സ് അകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാരിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അകത്തുള്ളത് മുഴുവനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കലി നോക്കുന്ന സമയത്ത് ഈ ബാരിയർ ക്രിയേറ്റ് ചെയ്തവൻ തീർച്ചയായിട്ടും ഇതിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോഴാണ് യൂജി ഒരു കാര്യം പറയുന്നത്. ഈ ബാരിയർ ക്രിയേറ്റ് ചെയ്തവൻ ഇതിനകത്താണെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ബാരിയർ ഇല്ലാതാക്കാം. എന്നവൻ ഇതിന് പുറത്താണുള്ളതെങ്കിൽ നമ്മൾ ബാരിയർ ഇല്ലാതാക്കുന്നത് അവന് മനസ്സിലാവും. അപ്പോ അവന് ഇത് ഇനിയും പവർഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. യൂജി അത്രയും ഫോഴ്സിൽ അടിച്ചിട്ട് പോലും ഇതിനൊരു പോറൽ പോലും സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇത് ക്രിയേറ്റ് ചെയ്തവൻ എവിടെയോ ഇരുന്ന് കാണുന്നുണ്ട്. ഈ ബാരിയറിന് ചുറ്റും അവനെ നിരീക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ വളരെ ഉയരം കൂടിയ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോഴാണ് യൂജി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ മണ്ടയിലോട്ട് നോക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ബിൽഡിങ്ങിന്റെ മണ്ടയിലിരിക്കുന്ന സോസറേഴ്സിനെയാണ്. ജുജുത്സു സോസറേഴ്സ് ഈ ബിൽഡിംഗ് കണ്ടുപിടിക്കുവോ? ഈ ബാരിയർ മുഴുവനായിട്ടും നിരീക്ഷിക്കാൻ പറ്റിയ ഒരേ ഒരു ബിൽഡിംഗ് ഇതാണ് എന്നൊരു മൊട്ടതല മീശക്കാരൻ പറയുന്നു. ഇതേസമയം മറ്റൊരു സോസറർ ഇനി അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ന് ആ മൊട്ടതല മീശക്കാരനോട് ചോദിക്കുന്നു. പേടിക്കണ്ട, ഈ ബിൽഡിങ്ങിനടിയിൽ മൊത്തമായിട്ട് മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ഫ്ലോറിലും മോൺസ്റ്റേഴ്സ് ഉണ്ട്. അവരെ മറികടന്ന് ആ സോസറേഴ്സിന് ഇങ്ങോട്ട് വരാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ആ മൊട്ടതല മീശക്കാരൻ പറയുന്നു. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വയർ ഉപയോഗിച്ച് അവരെ 3 പേരെ യൂജിയും ഫുഷിഗ്രോയും പിടിക്കുന്നു. സോ ഈ വയറും ഒരു കേഴ്സ് വെപ്പൺ പോലെയാണ്. ഇതേ സമയമാണ് ഈനോ അവിടെ ഉണ്ടായിരുന്ന ആ കേഴ്സ് ഒബ്ജക്റ്റ് കാണുന്നത്. ഈ ബാരിയർ ക്രിയേറ്റ് ആവാൻ കാരണം ഇതാണോ എന്ന് ഈനോ ചോദിക്കുന്നു. അതെ, അങ്ങനെയാണ് മേ പറഞ്ഞത്. ഇതിനകത്ത് ഈ ബാരിയർ എന്തെങ്കിലും പ്രോഗ്രാം പോലെ ചെയ്തു വെച്ചിരിക്കുകയാണോ? ആരെങ്കിലും അവരുടെ കേഴ്സ് എനർജി ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെയായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ അങ്ങ് നശിപ്പിച്ചാ പോരെ, കാര്യം കഴിഞ്ഞില്ലേ എന്ന് ഫുഷിഗ്രോയും ചോദിക്കുന്നു. സോ ഈനോ അത് നശിപ്പിക്കുന്നു. പക്ഷെ ആ ബാരിയർ അവിടെ നിന്നും പോകുന്നില്ല. ഇവിടെ 3 പേരുണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ 3 എണ്ണം കാണണം എന്ന് പറഞ്ഞ ഈനോ മറ്റു 2 പേരെ തിരയുന്നു. ഇതേ സമയം ആ റോപ്പ് ഉപയോഗിച്ച് മൊട്ടത്തലയെ മീശക്കാരനെ യൂജി വലിച്ച് താഴെയിടുന്നു. പിന്നീട് നമ്മൾ ഈനോനെയാണ് കാണുന്നത്. ഒരു മന്ത്രവാദിനി തള്ളയും ആ തള്ളയുടെ പേരക്കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. ഇത് നോക്ക്, എന്റെ ജൂനിയേഴ്സും ഇവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അടിച്ച് താഴെയിട്ട് മാസ് കാണിച്ചാൽ മാത്രമേ എനിക്ക് അവരെ പോലെ ഫസ്റ്റ് ഗ്രേഡ് ആവാൻ പറ്റൂ എന്ന് ഈനോ പറയുന്നു. സോ ഈനോ അവന്റെ കേഴ്സ് ടെക്നിക് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇതേ സമയമാണ് താഴെ വീണ മൊട്ടത്തല മീശക്കാരന്റെ അടുത്തോട്ട് യൂജിയും ഫുഷിഗ്രോയും പോകുന്നത്. അത്രയും ഹൈറ്റ് നിന്ന് താഴെ വീണിട്ട് ഇവനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് അവർ 2 പേരും ചിന്തിക്കുന്നു. അഭിനയിച്ചത് മതി, എഴുന്നേക്ക് മൊട്ടത്തലയാ എന്ന് പറയുവാണ് ഫുഷിഗ്രോ. എന്തിനാ ഇത്രയും ആവേശം കാണിക്കുന്നത്? ഇക്കാലത്തെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് മര്യാദ കൊടുക്കാനേ അറിയില്ല. ഇവരോട് സംസാരിച്ച് വെറുതെ ടൈം കളയരുത് എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഹേയ്, അത്ര ടൈം ഒന്നും എടുക്കില്ല എന്ന് യൂജിയും പറയുന്നു. നിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ അടുത്തുള്ള പവറൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ വളരെ പെട്ടെന്ന് നിന്നെ സെമി ഫസ്റ്റ് ഗ്രേഡ് ആവും എന്ന് നനാമി ഈനയോട് പറയുന്നു. എന്ത് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജുജുത്സു മന്ത്രവാദിനി ആയിരിക്കുമ്പോ തീർച്ചയായിട്ടും അത് പാലിച്ചല്ലേ പറ്റൂ. ഞാൻ അത്ര വലിയ ബുദ്ധിശാലിയൊന്നുമല്ല. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ? എന്റെ സ്ഥാനത്ത് നനാമി ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ചെയ്യാ എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ഫസ്റ്റ് ഗ്രേഡ് ആവുന്നത് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ നനാമി അവനെ റെക്കമെൻഡ് ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ റെക്കമെൻഡ് ചെയ്ത് അവൻ ഫസ്റ്റ് ഗ്രേഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൂടെ ജോലി ചെയ്യാൻ നനാമിയെ കൊണ്ട് പറ്റില്ല. കാരണം റെക്കമെൻഡ് ചെയ്തവരുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. സോ ഇതേ സമയമാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഈനോ തന്റെ മുഖം മറിച്ച് 4 പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റുകളുടെ പവർ യൂസ് ചെയ്യുന്നു. നമ്പർ 2 റൈക്കി. നനാമി അവരെ 2 പേരെയും എന്റെ മേൽനോട്ടത്തിലാണ് വിട്ടിരിക്കുന്നത്. അവരെ ഒറ്റയ്ക്ക് വിടുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അവരെ വിടുന്നതും ശരിയല്ല. നിങ്ങളെ പെട്ടെന്ന് എന്നെ കൊന്നുകളഞ്ഞ് അവരുടെ അടുത്തോട്ട് പോകുന്നതാണ് എന്റെ ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് ഈനോ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈനോ ഒരുപാട് അധികം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുവാണ് ആ സോസറർ. ഈനോയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈനോ തന്റെ ടെക്നിക് ഒരു ഷീൽഡ് പോലെ ഉപയോഗിക്കുന്നു. ഇതേ സമയം മൊട്ടത്തലയും മീശക്കാരന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂജിയും ഫുഷിഗ്രോയും. ഫുഷിഗ്രോയുടെ ഡീമൺ ഡോഗ് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ശത്രുവിന്റെ സ്പീഡിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ യൂജിയുടെ സ്പീഡിനെ മനസ്സിലാക്കാനാ പാട് എന്ന് ഫുഷിഗ്രോ പറയുന്നു. അങ്ങനെ ഫുഷിഗ്രോയും യൂജിയും കൂടി ചേർന്ന് ആ മൊട്ടത്തലനെ നല്ല രീതിക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. പെട്ടെന്നാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് യൂജി അവൻ കുത്തുന്നത്. പെട്ടെന്ന് തന്നെ യൂജി അവന്റെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. ഫുഷിഗ്രോയുടെ ഷിഗാമി ഫ്രോഗ് വന്ന് അവനെ അവിടെ നിന്ന് എടുത്തെറിയുന്നു. എനിക്കൊരു കുഴപ്പമില്ല,
ചെറിയൊരു മുറിവായിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് യൂജി പറയുന്നു. നിങ്ങൾക്ക് നല്ല കഴിവുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവാ എന്നാ മുട്ട തലയും പറയുന്നു. എന്റെ ഡീമൺ ഡോഗ് സ്പെഷ്യൽ ഗ്രിഡിനെ പോലും മുറിവേൽപ്പിക്കും, ഇവനെന്താ ഒന്നും പറ്റാത്തെ എന്ന് ഫുഷിഗ്രോ ചിന്തിക്കുന്നു. എന്റെ മുഴുവൻ എനർജി യൂസ് ചെയ്ത് ഇവനെ അറ്റാക്ക് ചെയ്തിട്ട് പോലും ഇവനെന്താ ഒന്നും സംഭവിക്കാത്തെ എന്ന് യൂജിയും ചിന്തിക്കുന്നു. അധികം ടൈം എടുക്കില്ലെന്ന് നീയല്ലേ പറഞ്ഞേ എന്ന് ഫുഷിഗ്രോ യൂജിയോട് ചോദിക്കുന്നു. ഇത് കേട്ട് യൂജി മിണ്ടാണ്ട് നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈനോടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആ തളയനെയാണ്. അവരെന്തൊക്കെയോ മന്ത്രം ചെല്ലുന്നുണ്ട്. ഇതേ സമയം ഈനോ ആ തളയനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് തളയുടെ പേരക്കുട്ടി വന്ന് ഈനോയെ തടുക്കുന്നു. ഇത് കണ്ട് ഈനോ അവനെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ തള്ളയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവൻ അവന്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട് ഈനോക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അവൻ ചിന്തിക്കുന്നു. പെട്ടെന്നാണ് ആ തള്ളക്ക് ചുറ്റും ഒരു എനർജി ഫോം ആവുന്നത്. മുൻപത്തേനേക്കാൾ പവർഫുൾ ആയോ എന്ന് ഈനോ നോക്കുന്നു. എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്നാ തള്ള പറയുന്നു. ഇതേ സമയം ഈനോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് അവൻ എന്തോ എടുത്ത് വിഴുങ്ങുവാണ്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സെനിൻ ടോജി എന്നാ തള്ള പറയുന്നു. സോ പെട്ടെന്ന് തന്നെ ഈനോട് അറ്റാക്ക് അവൻ തടയുന്നു. സോ ഇപ്പൊ അവന്റെ രൂപം ചെറുതായിട്ട് മാറുന്നുണ്ട്. വർഷം 1989 ഡിസംബർ 7 ജപ്പാനിലെ ഏതോ ഒരു സ്ഥലത്ത് സാത്തറോ ഗോജോ ജനിക്കുന്നു. ഹേയ് ഡാഡി, ഹാപ്പി ബർത്ത്ഡേ. എന്നെ യൂണിഫോമിൽ കാണണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഇതാ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്, ക്യൂട്ടായിട്ടില്ലേ എന്നൊരു ഗേൾ തന്റെ അച്ഛനോട് ചോദിക്കുന്നു. ക്യൂട്ടൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നീ നന്നായിട്ട് പഠിച്ച് വലിയ നിലയിലെത്തണം, അല്ലെങ്കിൽ നീ നിന്റെ അമ്മയുടെ പോലെയായി മാറും എന്നയാൾ പറയുന്നു. നിങ്ങൾ എന്തിനാ അമ്മേനെ ഇങ്ങനെ വെറുക്കുന്നേ എന്നാ ഗേൾ ചോദിക്കുന്നു. ഞാൻ അവളെ വെറുക്കുന്നൊന്നുമില്ല, പക്ഷെ അവൾ എന്നെ പറ്റിച്ചു പോയി എന്ന് അങ്ങേര് പറയുന്നു. അച്ഛനെ ഞാനില്ലേ എന്ന് പറഞ്ഞ ആ ഗേൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് ആ അച്ഛന്റെ കഴുത്തിനിട്ട് അങ്ങ് കുത്തുന്നു. ആരാ നീ? എന്റെ മോളെവിടെ? അവളെ ഞാൻ കൊന്നു. രൂപം മാറാൻ എനിക്ക് അവളുടെ ശരീരം വേണമെന്നില്ല. സോ അത് പെണ്ണായിരുന്നില്ല, ആ കള്ളക്കിളവിയായിരുന്നു. മരിക്കുമ്പോ പോലും അവൾ അവളുടെ അമ്മേനെയാണ് ചോദിച്ചേ. നിന്നെ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ആ കിളവി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കാട്ടിൽ കുറച്ചുപേരെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. അവരുടെ തല മാത്രം മുകളിൽ കാണുന്ന പോലെ ആക്കി വെച്ചിരിക്കുന്നു. അവരുടെ മുഖത്തെ സ്കിന്ന് അങ്ങ് വലിച്ചു കീറി പറിച്ചെടുക്കുന്നു. മനുഷ്യരെ കൊല്ലുന്നതാണ് എന്റെ ജോലി. എന്നാൽ അതിനു മുമ്പ് മനുഷ്യരുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഞങ്ങൾ വളരെ സമാധാനത്തോടുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കേൾ സ്പിരിറ്റുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ജുജുട്സു സോസറേഴ്സ് അതിന്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങൾ ചെയ്ത് ഒരുപാട് പൈസയും ഞങ്ങൾ സമ്പാദിച്ചു. സോ അപ്പോഴാണ് സാത്തറോ ഗോജോയെ കൊല്ലാനുള്ള കൊട്ടേഷൻ അവരുടെ അടുത്തോട്ട് വരുന്നത്. സാത്തറോ ഗോജോ വംശത്തിൽപ്പെട്ട 6 വയസ്സുള്ള ഒരുത്തൻ ഇപ്പോ തന്നെ അവനെ കൊല്ലാൻ വേണ്ടി 100 മില്യൺ യെൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള റിക്വസ്റ്റ് ഒന്നുമല്ല. ആരാണോ ആദ്യം കൊല്ലുന്നത് അവർക്കാണ് പണം. കൊട്ടേഷൻ കിട്ടിയ ഉടനെ തന്നെ കിളവിയും മൊട്ടത്തലയനും അവരുടെ രീതിയിൽ ഗോജോയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. റോട്ടിലൂടെ കൂളായിട്ട് നടന്നു പോകുന്ന ഗോജോയെ അവർ ടാർഗറ്റ് ചെയ്യുന്നു. പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഗോജോ നിൽക്കുന്നത്. ഇവർ രണ്ടും ഒരു ഭൂതത്തെ കണ്ടതുപോലെ പേടിച്ചു വിറക്കുന്നു. ഗോജോ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. പേടിച്ചു വിറച്ച് രണ്ടുപേരും ഒരു മൂലൊക്കെ പോയിരിക്കുന്നു. കേൾ സ്പിരിറ്റുകളുടെ എണ്ണം ഒരുപാടധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിന് കാരണം എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ സാത്തറോ ഗോജോ അവനാണ് കാരണം. ഡ്രാഗൺ ഫീൽഡില് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളെ പോലെ ഒരേ ഒരു അത്ലറ്റ് വന്നതോടുകൂടി ഫിഗർ സ്കേറ്റേഴ്സിന്റെ റെവല്യൂഷൻ അധികമായതുപോലെ സാത്തറോ ഗോജോ ജനിച്ചപ്പോ ലോകത്തിന്റെ സമനില തന്നെ മാറി. ഞങ്ങൾ അവിടെ സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ അവൻ ജനിച്ചപ്പോ തൊട്ട് ആ സമാധാനം പോയി. ഇപ്പോ അവൻ കുടുങ്ങി. ഇനി ഞങ്ങൾക്ക് അവനെ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ഇനിയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊട്ടത്തലയൻ ഫുഷിഗ്രോയെ അടിക്കുന്നു. പിന്നീട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഫുഷിഗ്രോയെ അറ്റാക്ക് ചെയ്യാൻ വീരാണ് ആ മൊട്ടത്തലയൻ. പെട്ടെന്ന് ഫുഷിഗ്രോ അവനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അവനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇവന്റെ ടെക്നിക്ക് കാരണമാണോ ഇവനൊന്നും സംഭവിക്കാത്തെ എന്ന് യൂജി ഫുഷിഗ്രോയോട് ചോദിക്കുന്നു. ഹേയ് ഗോജോ സാത്തറോ, ഈ ഷിബിയാക്ക് അകത്തുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ബാരിയർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും, ഞങ്ങൾ അതിനകത്തോട്ട് പോട്ടെ എന്ന് ഫുഷിഗ്രോ ആ മൊട്ടത്തലയനോട് പറയുന്നു. ആരെയാ പറ്റിക്കാൻ നോക്കുന്നേ? ഗോജോയെ സീൽ ചെയ്ത കാര്യം നിങ്ങളുടെ ആള് തന്നെയാ ഉറക്കെ വിളിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ജോലിയായിട്ട് ഇരിക്കുന്നത്. ഗോജോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വീട്ടിൽ കിടന്ന് ഉറങ്ങിയേനെ എന്നാ മൊട്ടത്തലയൻ പറയുന്നു. സോ ഫുഷിഗ്രോ ഇപ്പോ അവന്റെ ഷീക്ഗാമി ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. ഒരുപാടധികം മുയലുകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. മുയലുകളെ വെച്ച് ഒരു ബോള് പോലെ ആക്കി അവനെ അതിൽ അങ്ങ് മൂടുന്നു. നീ ഇപ്പൊ പുറകോട്ട് വാ, ഇവന്റെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് ഫുഷിഗ്രോ പറയുന്നു. രൂപം മാറ്റാനുള്ള കഴിവോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അവന്റെ രൂപത്തിൽ ഒരുപാട് മാറ്റമുണ്ടല്ലോ. ഇവനെ എവിടെ കണ്ട പോലെയുണ്ട്. ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള സോസറർ ആണോ ഇനി എന്ന് ഈനോ ചിന്തിക്കുന്നു. ഈനോ അവന്റെ 4ാമത്തെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് മിന്നൽ വേഗത്തിൽ അവൻ അങ്ങോട്ട് വന്ന് ഈനോന്റെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുന്നത്. സോ അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ടോജി ആയിരുന്നു. ടോജി അവന്റെ മോന്തക്കിട്ടൊന്നും കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മുയലുകളുടെ അകത്തിരിക്കുന്ന ആ മൊട്ടത്തലയനെയാണ്. ഈ ഷീക്ഗാമികൾ ഉപയോഗിച്ച് എന്നെ മുഴുവനായിട്ട് മൂടി വെച്ച് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു.
എന്നവൻ പറയുന്ന സമയത്താണ് ആ മൊയലുകളെല്ലാം തന്നെ അവിടെ നിന്നും പോകുന്നത്. നോക്കുന്ന സമയത്ത് യൂജിയെയും ഫുഷിഗ്രോയും അവിടെ കാണാനില്ല. അപ്പോഴാണ് അവന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിഴൽ കാണുന്നത്. സോ ഫുഷിഗ്രോ മുകളിലൂടെ വന്ന് അവന്റെ മാക്സ് എലിഫന്റ് യൂസ് ചെയ്ത് മുട്ടത്തലേനെ മണ്ടയ്ക്ക് ചാടുന്നു. അവൻ സ്റ്റിക്കർ ആടാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ആ ആനയും പൊക്കിക്കൊണ്ട് അവൻ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് ഫുഷിഗ്രോ ആ ആനയെ റിലീസ് ചെയ്യുന്നു. ഇതേ സമയം യൂജി അവിടെ ഉണ്ടായിരുന്ന ഒരു കാറ് ഹൾക്കിനെ പോലെ പൊക്കിയെടുത്ത് അവന്റെ മണ്ടക്കിട്ട് എറിയുന്നു. ഇവൻക്ക് എങ്ങനെയാ ഇത്രയും ശക്തി കിട്ടിയത്? ഇവൻ പവർഫുൾ ആണെന്ന് തോന്നുന്നു എന്നാ മുട്ടത്തല യൂജിയെ പറ്റി പറയുന്നു. ഇതേ സമയം മുകളിലൂടെ വന്ന ഫുഷിഗ്രോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം യൂജി അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഫുഷിഗ്രോയും യൂജിയും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇന്റെ ടെക്നിക് ഇൻവേഴ്സ് ആണ്. എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എത്രത്തോളം ഫോഴ്സിലാണോ അത്രത്തോളം വേദന കുറയും. അവരുടെ ഫുൾ പവർ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പോറൽ പോലും സംഭവിക്കില്ല. സോ ഒരു കാറ്റടിച്ച അവൻ പാറി പോവായിരിക്കും, എന്ന ഒരു ബോംബിട്ട അവനൊരു പോറൽ പോലും സംഭവിക്കില്ല. അതാണ് അവന്റെ ടെക്നിക്. സോ ഈ കാര്യം ഫുഷിഗ്രോക്ക് യൂജിക്ക് അറിയുന്നുണ്ടായിരുന്നു. വേഗത്തിൽ വന്ന് അവർ രണ്ടുപേരും മുട്ടത്തലേനെ അറ്റാക്ക് ചെയ്യൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഓ അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവനിങ്ങനെ മേടി വിട്ട അവൻ ചത്തുപോകുന്നാണോ എന്ന് യൂജി ചോദിക്കുന്നു. അങ്ങനെയല്ല, അവന്റെ ടെക്നിക്ക് അവനെ ആക്ടിവേറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു കാറ്റടിച്ചാൽ മതി, ചിലപ്പോ അവൻ ചത്തുപോകും എന്ന് ഫുഷിഗ്രോ പറയുന്നു. സോ അങ്ങനെ ഫുഷിഗ്രോയും യൂജിയും ഗാമയെ വെച്ച് ആദ്യം ഒരു പവർ ഇല്ലാത്ത അടി കൊടുക്കുവാണ്, പിന്നെ പവർഫുൾ ആയിട്ടുള്ള അടിയും കൊടുക്കുന്നു. സോ മുട്ടത്തലേന്റെ ടെക്നിക്ക് അവർ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലടാ, വാടാ എന്നും പറഞ്ഞുകൊണ്ട് മുട്ടത്തലയും വാമാവുന്നു. യൂജി ഇപ്പൊ അവനെ കൊല്ലൂടാന്നും പറഞ്ഞു ഓടി വരുവാണ്. അവന്റെ തൊട്ടടുത്ത് എത്തിയതും ഒന്ന് സ്റ്റോപ്പായി ചെറിയൊരു മേട്ട അവന്റെ മോന്ത കിട്ടുന്ന കൊടുക്കുന്നു. എന്നാ ഒരു വലിയ ഇടി കൊണ്ട ഫോഴ്സിൽ അവൻ തെറിച്ചു പോകുന്നു. സോ മുട്ടത്തലേന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അഭിനയിക്കുന്ന കാര്യത്തിൽ നീ ഒരു കില്ലാടിയാടാ മോനെ എന്ന് ഫുഷിഗ്രോ യൂജിയോട് പറയുന്നു. ഏയ് എന്നെ അങ്ങനെ പുകഴ്ത്തല്ലേ എന്ന് യൂജിയും പറയുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ അതെല്ലാം ശരിയാവും. കാരണം എപ്പിസോഡ്സ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. 23 എപ്പിസോഡ് ഉണ്ട് മൊത്തം. സോ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇനി അങ്ങോട്ട് എപ്പിസോഡൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടിയാണ്. എന്തായാലും നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.